അയ്യോടിയേ നമ്മുടെ വണ്ടി എന്തേ? മോട്ടോർ സൈക്കിൾ എന്ത് നോക്ക് വേണം. പടം കഴിച്ചിട്ട് തരാം. ഞങ്ങളെ കുറച്ച് പേരോട് ഡ്രൈവിംഗ് പഠിച്ചിട്ടിരിക്കുക. ബോംബെ അധോലോകത്തെ കിടകിട വിറപ്പിച്ച ഫാന്റം ബേലിയുടെ തന്നെ വേണം ഇല്ലടാ നിനക്കൊക്കെ ഡ്രൈവിംഗ് പഠിക്കാൻ. ഞാൻ വിടുകല. അപ്പോഴേ സാറേ, ഈ ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്ന സാർ ആരാന്ന് സാറിന് അറിയാവോ സാറേ? വന്ന് കാണിച്ചാടാ. അങ്ങനെ ഒരു സാർ ആരാണെന്ന് എനിക്കും കൂടി അറിയണമല്ല. ചവിട്ടി അവന്റെ അടിനാവ് ഞാൻ കലക്കും. പൈലി വെച്ചപ്പാ ഞാനില്ലേ കൂടാ. എവിടെയാണ് അവൻ? പ്രാഞ്ചി. ആര്? ഇറച്ചി പ്രാഞ്ചി പരോളിൽ ഇറങ്ങിയതാ. ഞാൻ ഒന്ന് പോയിട്ട് വരാം. ആശാൻ എപ്പോന്ന് ആശാനെ? ഞാൻ പോയ ഗ്യാപ്പില് നിനക്ക് പുതിയൊരു ആശാനെ കിട്ടിയെന്ന് കേട്ടല്ലോടാ. ആശാന? ഇവനാ? എനിക്കൊരൊറ്റ ആശാനേ ഉള്ളൂ. അത് ദയിരിക്കുന്ന പ്രാഞ്ചി ആശാന. അബദ്ധം പറ്റിപ്പോയി. ആശാന്റെ പിള്ളേരാണെന്ന് അറിഞ്ഞില്ല. ഇവൻ ഈ നാട്ടുകാരനല്ല, വരുത്തനാ. ഒരു തവണത്തേക്കൊന്ന് ക്ഷമിച്ച് മാപ്പാക്കണം. എന്നെ നാട്ടിക്കരുത്. ഇപ്പൊ ആശാനൊന്ന് കണ്ണടച്ച ദേവസിക്ക് അതൊരു വെയിറ്റ് ആയിരിക്കും. പ്ലീസ് ഞാൻ പിന്നെ ഒന്ന് കണ്ടോളാം. എടാ വരുത്താ, ദേവസ് പറഞ്ഞോണ്ട് തൽക്കാലം നീ ഇത് കൊണ്ടുപോക്കോ. പക്ഷേ എന്റെ പിള്ളേരെ നീ ഒന്ന് ഇക്കിളിയാക്കിയതിന് ഒരു ചെറിയ ശിക്ഷ. അവരുടെ മുമ്പില് 101 സ്റ്റൈല് മേത്ത വിട്ടിട്ട് മോട്ടോർ സൈക്കിൾ എടുത്തോ. ചോദിക്കുമ്പോ ഇനിയും തരണം. തേച്ചു വേണം. കുറച്ചിരുന്നേ കൊള്ളാമായിരുന്നു. കൈ ഒടിഞ്ഞിരിക്കുവാന്നേ, അതുകൊണ്ടാ. എണ്ണം കുറയ്ക്കണം അല്ലേ? പറ. പ്രാഞ്ചി, നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലടാ ഫാൻറ്റത്തിനോട് കളിക്കരുതെന്ന്. ഹലോ, ഇനി ആരെങ്കിലും ഡ്രൈവിംഗ് പഠിക്കാൻ ബാലൻസ് ഉണ്ടാ? വണ്ടി കൊണ്ടുപോകണം, അതാണ്.
ഈശോ വിഷയായിരിക്കും സ്തുതിയായിരിക്കട്ടെ അച്ചോ. ഈശോ ഈശോ വിഷയായിരിക്കും സ്തുതിയായിരിക്കട്ടെ. വിഷയായിരിക്കും സ്തുതിയായിരിക്കട്ടെ. പടം എങ്ങനെയുണ്ട്? സ്തുതിയായിരിക്കട്ടെ. ഓ സ്തുതിയായിരിക്കട്ടെ. സ്തുതിയായിരിക്കട്ടെ അല്ലേ? Cheers. ഇറ്റാലിയൻ വൈൻ. സിംസാരം ഉണ്ടോ കൊച്ചോ? മെത്രാനച്ചൻ വത്തിക്കാനിന്ന് കൊണ്ടുവന്നതാ. അത് ശരി. അപ്പൊ മെത്രാച്ചനുമായിട്ട് ഇത്ര അടുപ്പമുണ്ടായിട്ടാണോ അച്ഛൻ ഈ കാട്ടുമുക്കി വന്ന് കിടക്കുന്നത്? മെത്രാനച്ചൻ എന്നെ കണ്ണെടുത്താ കണ്ടൂടാ. പിന്നെന്തിനാ ഇത്രയും വില കൂടെ വൈനൊക്കെ തരുന്നത്? ആര് തന്നു? നാണം കെട്ട് ഞാൻ ചോദിച്ചു, എന്നിട്ടും തന്നില്ല. പിന്നെ കുന്തം. എടോ, നമ്മളൊരു സാധനം കൊതി കയറി ചോദിച്ചു എന്നിരിക്കട്ടെ, അയാള് തന്നില്ല, താൻ എന്ത് ചെയ്യും? പിടിച്ചോടിക്കും. ആ, ഞാനും അതേ ചെയ്തുള്ളൂ. പിടിക്കാതെ പറിച്ചു. ഓ ഇത് ഇസ്കിയതാണല്ലേ. മോഷണം. വേണമെങ്കിൽ അങ്ങനെയും പറയാം. ഇയാള് സിനിമാ വിശേഷങ്ങൾ പറയടോ. തനിക്ക് എവിടെന്നാ ഈ ഫാൻഡം എന്നുള്ള പേര് കിട്ടി? വീരുദേവകൻ തന്നതാ, ഫൈറ്റ് മാസ്റ്റർ. നമ്മുടെ അജയ് ദേവകന്റെ ഫാദർ. അച്ഛൻ ഈ ഫാൻഡം കോമിക്സ് വായിക്കാറില്ലേ? നല്ല അച്ഛൻ ഇടിക്കാരനാ ഫാൻഡം. മനോരമ ഉണ്ടല്ലോ എല്ലാ ഞായറാഴ്ചയും. പള്ളിയില് മനോരമയല്ല, ദീപികയാ. അയ്യോ കഷ്ടം. മറ്റു പത്രങ്ങൾ കൂടി വായിക്കണ്ടേ? എടോ, കളിച്ച് കളിച്ച് ഞങ്ങളുടെ പ്രിസ്റ്റേജ് കയറി പിടിക്കല്ലേ. താൻ ആളൊരു വിടുവായനാണെന്ന് തന്റെ മോന്തയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ കൈ ആരാ ചവിട്ടി ഓടിച്ചത്? साले तुम इसको लेके जाएंगे? नायक जरूर. विलन तुम सोच से मेरे अड्डे से इसको ले जाएंगे? नायक तेरे से भी बड़ा बड़ा शेर का अड्डे से हम बकरा को बचाएगा. विलन देख तुम कर सकता क्या? नायक हम माँ का दूध पिया तो इंजन खून होगा, तो इसको हम लेके जाएगा. താൻ ഇതിൽ ഏത് റോളാ? ഹീറോ. ഹീറോയോ? ഹീറോയുടെ ഡൂപ്പ്. അയ്യോ, അപ്പൊ ഹീറോ ഒരു പേടിത്തൊണ്ടനാണല്ലേ? അവന്റെ പേടിയല്ലേ അച്ചോ എന്റെ കഞ്ഞുകുടി. മുഴുത്തവന്റെ കഴപ്പല്ലേ എളിയവന്റെ പിഴപ്പ്. സമയം കളയാതെ കൈയൊടിഞ്ഞത് എന്റെ ഫ്ലാഷ് ബാക്ക് പറയടാ പൈലി. ഫ്ലാഷ് ബാക്ക്. ആ ഫ്ലാഷ് ബാക്ക്. नेक्स्ट शूट आउट सर. राजा को बुलाओ. राजा रेडी? हाँ जी रेडी. रैंडम टेक. रेडी मास्टर. Very good. Well done, Phantom. Thank you. അപ്പോ പിടിയും വലിയും ഉരുട്ടിപ്പിടുത്തം മുഴുവനും ഡ്യൂപ്പിന്. നായകൻ പാവം, അവന് പാട്ടും ഡയലോഗും മാത്രം. വല്ല ബലാത്സംഗം ഉണ്ടേല് അത് മറ്റവൻ ചെയ്യും. വില്ലൻ. നീ വില്ലന് ഡ്യൂപ്പിടാറുണ്ടോ പൈലി? നീ എനിക്ക് സ്വന്തം അനിയനെ പോലെയാ. നിനക്ക് സ്വർഗത്തിൽ പോണമെന്നുണ്ടോ? ആഹാ, അപ്പൊ ഇനി കുപ്പി വേറെ ഉണ്ടോ? എങ്കിൽ പിന്നെ ഇന്ന് സ്വർഗത്തിൽ പോയിട്ട് തന്നെ കാര്യം. കുപ്പിയുടെ കുപ്പിയുടെ കുപ്പിയുടെ. ഇതാ സ്വർഗം അല്ലട മോനെ, സാക്ഷാൽ സ്വർഗരാജ്യം. അതെങ്ങനെ പോവും? ഞാനിപ്പോ മരിക്കണം. മരിക്കാതെ പോവാം. എങ്ങനെ? നീ ഒന്ന് കുമ്പസാരിച്ചാ മതി. പാപങ്ങളൊക്കെ ഏറ്റു പറഞ്ഞ് വിശദമായിട്ടൊന്ന് കുമ്പസാരിച്ച ഈ നിമിഷം തന്നെ നിനക്ക് സ്വർഗത്തിൽ പോവാം. പാവങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് അച്ഛനോട് പറയണം. പരമാവധി വിശദീകരിച്ചോ, അതാണ് അതിന്റെ ശരി. ഒച്ചോ എന്തോ അച്ഛൻ അങ്ങനെ ഇപ്പൊ സൂഹിക്കണ്ട. ഏ സിനിമാക്കാരന്റെ പാവങ്ങള് കേട്ട് കത്തനാരിപ്പം സൂഹിക്കണ്ട. നീ അതവിടെ വെച്ചേ. കുമ്പസാരിക്കാത്തവനും കുർബാന കൈക്കൊള്ളാത്തവനും ഒന്നും പറഞ്ഞിട്ടുള്ള പണിയല്ല ഇത്. ഇത് അച്ഛനെ വല്യച്ഛന്റെയാ. അങ്ങേരാ എന്നെ പഠിപ്പിച്ചേ. ഞാൻ പഠിച്ചു വന്നപ്പോഴേക്കും അങ്ങേര് ഇത് പോയിട്ട് ഒരു പീപ്പി പോലും ഊതാൻ പറ്റാത്ത പരുവത്തിലായി. അച്ഛനെ ഒന്ന് വായിച്ചേ. ഞാൻ വായിക്കണം? ഒന്ന് വായിക്കേ, ഫയലൊന്ന് കേക്കട്ടോ. ആ